ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദിവ്യ ചെറുവട്ടൂർ. ഇന്ന് ഈ ലോകത്ത് നമുക്ക് എന്തും തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടല്ലേ. പക്ഷേ അതിലെവിടെയെങ്കിലും നമ്മൾ എങ്ങനെ ഒരാൾക്ക് നല്ലവനാകാൻ കഴിയും എന്നൊരു ഓപ്ഷൻ കാണാറുണ്ടോ? നമ്മുടെ ചെറിയ ഒരു കൈൻഡ്നസ് മറ്റൊരാൾക്ക് ഏറ്റവും വലിയൊരു ആശ്വാസമായേക്കാം. അതുപോലെ തന്നെയാണ് നമ്മുടെ ചെറിയ നല്ലൊരു പ്രവൃത്തി ഒരാളുടെ ജീവിതത്തിലെ സന്തോഷം എന്നെന്നും നിലനിൽക്കാനും കാരണമാവാം. ഇനി എൻ്റെ അനുഭവത്തിൽ നിന്നൊരു കാര്യം ഞാൻ പറയട്ടെ. ഒരു ദിവസം നൈറ്റിൽ ഒരു 11:30-12 മണി നേരത്ത് അത്യാവശ്യമായിട്ടൊരു ഹോസ്പിറ്റൽ കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് പുറത്തേക്ക് പോവേണ്ടി വന്നു. ആ ഒരു സമയത്ത് അവിടെ നമുക്ക് തിരിച്ചു വരുന്ന വഴി ഒരു തട്ടുകടയുടെ മുന്നിൽ നിർത്തേണ്ടി വന്നു. മോളുണ്ടായിരുന്നു കൂടെ. അപ്പോൾ അവൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അവളുടെ കയ്യിലൊരു ലൈസിൻ്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു. വോമിറ്റിംഗ് ടെൻഡൻസി കാരണം അവളത് തൊട്ടടുത്തുള്ളൊരു വേസ്റ്റ് ബോക്സിലേക്ക് ഇട്ടു. ആ ഒരു സമയത്ത് അതിനടുത്ത് ഒരു വൃദ്ധനായിട്ടുള്ള ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. പ്രായം ചെന്ന് മുടിയും താടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് നമുക്ക് കണ്ടാലൊരു പേടിയൊക്കെ തോന്നും. അപ്പം അദ്ദേഹം പറഞ്ഞു, എന്തിനാണിത് കളഞ്ഞത്, അത് എനിക്ക് തന്നൂടായിരുന്നോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. കാരണം അത്രയും നേരം ആ തട്ടുകടയിൽ നിറച്ചു ആൾക്കാരുണ്ട്, ഫുഡ് കഴിക്കുകയാണ്, ചിരിക്കുകയാണ്, കളിക്കുകയാണ്. അപ്പം അതൊക്കെ കണ്ടുകൊണ്ട് ഇദ്ദേഹം ഇരിക്കുന്നുണ്ടെങ്കിലും ആരോടൊന്നും ആവശ്യപ്പെടുന്നില്ല. ഈ ഒരു ഫുഡ് വേസ്റ്റാക്കി കളയുന്നത് കണ്ടപ്പോഴാണ് ഇദ്ദേഹം അത് നമ്മളോട് പറഞ്ഞത്. അപ്പം ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന കുറച്ച് പൈസ എടുത്തിട്ട് കൊടുത്തു. ആ ഒരു സമയത്ത് അദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ? വേഗം തൊട്ടടുത്തുണ്ടായിരുന്ന ബാഗ് തുറന്നിട്ട് അതിൽ നിന്നൊരു ഗ്ലാസ് എടുത്ത് ആ ഗ്ലാസ് എടുത്തിട്ട് ഓടുകയാണ്. അപ്പം ഞാൻ എങ്ങോട്ട് അദ്ദേഹം ഓടുന്നത് വിചാരിച്ചിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നോട് തിരിഞ്ഞു നോക്കി പറയുകയാണ്, ഇതിന് ഞാൻ ചായ എന്തെങ്കിലുമൊക്കെ കഴിക്കട്ടെ കേട്ടോ. അത് കേട്ടപ്പോൾ എനിക്കുണ്ടായ ഒരു സങ്കടം, നല്ല സങ്കടം വന്നു. കാരണം അത്രയും ആൾക്കാരുണ്ടായിട്ടും ആ ഒരു ആളവിടെ വിശന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവാം വിശന്നിരിക്കുന്നത്. പക്ഷെ നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം തന്നെയാണ്. പറയാനുള്ളത് എന്താണെന്നാൽ, ഇടയ്ക്കൊക്കെ നമ്മുടെ കണ്ണുകൾ ചുറ്റുഭാഗത്തേക്ക് വന്ന് പോകുന്നത് നന്നായിരിക്കും. ആരും നമ്മളോടൊന്നും പറയില്ല. ചില സാഹചര്യങ്ങളാൽ ചിലർ നമ്മളോട് പറഞ്ഞിരിക്കും. പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ കണ്ടാൽ നമുക്ക് കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടായാൽ മതി, അല്ലേ? താങ്ക് യു.